നമസ്കാരം. കടമ്മനിട്ട രാമകൃഷ്ണനെ മലയാളം ആദ്യം വായിച്ചറിയുകയായിരുന്നില്ല, സ്വന്തം ശബ്ദത്തിൽ കേട്ടറിയുകയായിരുന്നു. അന്ന് മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നും തന്നെ കടമ്മനിട്ടയുടെ കവിതകൾ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നില്ല. കടമ്മനിട്ടയുടെ കവിതകളൊന്നും പുസ്തകച്ചട്ട അണിഞ്ഞതുമില്ല. ചൊൽക്കാഴ്ചകളിലൂടെയാണ് കടമ്മനിട്ടയെ കേരളം ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്. കടമ്മനിട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാഭാവിക പരിണാമമായിരുന്നു അത്. മറ്റു പല കവികളെയും പോലെ അദ്ദേഹം കവിത എഴുതുകയായിരുന്നില്ല, ചൊല്ലി ഉറപ്പിക്കുകയായിരുന്നു ആദ്യം. പിന്നീടായിരുന്നു കടലാസിലേക്ക് പകർത്തുന്നത്. പോസ്റ്റൽ ഓഡിറ്റിൽ മദ്രാസിൽ ജോലിയിലായിരുന്നപ്പോൾ എം ഗോവിന്ദനുമായുള്ള സമ്പർക്കത്തിൽ കവിതയ്ക്ക് മുറുക്കം വരുത്തിയ കടമ്മനിട്ട കേരളത്തിലേക്ക് മാറ്റം കിട്ടിയ ശേഷം ഓഡിറ്റ് ജോലികൾക്കായി കോഴിക്കോട്ട് വന്നു. 1970കളുടെ ആദ്യമാണത്. കോഴിക്കോട്ടെ ഒരു പ്രസ്ഥാനമായിരുന്നു അന്ന് ചേലവൂർ വേണു. കേരളത്തിൽ ആദ്യത്തെ മനഃശാസ്ത്ര മാസികകളിൽ ഒന്നായ സൈക്കോ പ്രസിദ്ധീകരിച്ചിരുന്നത് വേണുവിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. കോഴിക്കോട്ട് വന്നു പോകുന്ന പലരുടെയും ഇടത്താവളമായിരുന്നു ആ തട്ടിൻപുറം. ബക്കറും അരവിന്ദനും പവിത്രനും ജോൺ എബ്രഹാമും അവിടുത്തെ പതിവുകാരായിരുന്നു. സൈക്കോ മാസികയിലെ തെറാപ്പിയുടെ ഗുണവും മണവും കടമ്മനിട്ടയെയും അങ്ങോട്ടടുപ്പിച്ചു. രാവേറെ ചെല്ലുന്നതുവരെ തൻ്റെ മുഴക്കമുള്ള ശബ്ദത്തിൽ കടമ്മനിട്ട ആ സുഹൃത്തുക്കൾക്ക് വേണ്ടി കവിത ചൊല്ലി. കടമ്മനിട്ടയെ സംബന്ധിച്ച് അത് സ്വന്തം നാട്ടിലെ പടയണിയുടെ ഒരു തുടർച്ചയായിരുന്നു. 1970 ഒരു രാത്രിയിലാണ് കടമ്മനിട്ടയുടെ കാവ്യാലാപനം ഒരു പൊതുവേദിയിൽ അവതരിപ്പിച്ചാൽ എന്താണ് എന്ന ആശയം വന്നത്. ഗുരുവായൂരപ്പൻ കോളേജിലെ യൂണിയൻ ചെയർമാൻ എ സുജനപാൽ അത് പറഞ്ഞു തീരും മുമ്പ് എല്ലാവരും കൈയടിച്ചു പാസാക്കി. എന്നാൽ അതിനു വേണ്ട സാമ്പത്തികം ആരുടെയും കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും നടന്നതുമില്ല. പിന്നീട് കടമ്മനിട്ടയുടെ കാവ്യസന്ധ്യ എന്ന പേരിലാണ് ടൗൺ ഹാളിൽ ആദ്യം അരങ്ങേറ്റം നടന്നത്. അന്നുവരെ അപരിചിതമായിരുന്ന ആ പരിപാടിക്ക് പത്രങ്ങൾ വ്യാപകമായ പ്രചാരമാണ് നൽകിയത്. അതോടെ കടമ്മനിട്ടയുടെ ഖ്യാതി ഉയരാൻ തുടങ്ങി. അങ്ങനെ നാടുനീളെ കടമ്മനിട്ടയുടെ കവിയരങ്ങിൻ്റെ കാലമായി. കാട്ടാളനും കുറത്തിയും കോഴിയും ശാന്തയുമൊക്കെ സാധാരണ മനുഷ്യൻ്റെ ചുണ്ടുകളിൽ നിറഞ്ഞു നിന്നു. രണ്ട് കൈയിലും തീപ്പന്തവുമായി ഇരുട്ടിൽ കടമ്മനിട്ട വേദിയിലേക്ക് വന്ന് കാട്ടാളൻ ചൊല്ലുന്നതിനും അതിന് ചൊൽക്കാഴ്ച എന്ന് പേര് വീഴുന്നതിനും തിരുവനന്തപുരമാണ് നിമിത്തമായത്. അടൂർ ഗോപാലകൃഷ്ണൻ്റേതായിരുന്നു ആശയം. കവി അയ്യപ്പ പണിക്കർ കൂടി സഹകരിച്ചതോടെ കവിതയുടെ ഒരു ഓഡിയോ വിഷ്വൽ അവതരണത്തെക്കുറിച്ചായി ആലോചന. ചൊൽക്കാഴ്ച എന്ന പേര് നിർദ്ദേശിച്ചത് കവി അയ്യപ്പ പണിക്കറായിരുന്നു. ആ പേര് കേട്ടപ്പോൾ എല്ലാവരും കൈയടിച്ചു. കവിത ചൊല്ലി അവതരിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ചൊൽക്കാഴ്ച എന്ന വാക്ക് പണ്ട് മുതലേ മലയാളത്തിലുണ്ടായിരുന്നു. എന്നാൽ മറവിയിൽ ആണ്ടുകിടന്ന വാക്ക് അയ്യപ്പ പണിക്കർ പൊടി തട്ടിയെടുക്കുകയായിരുന്നു. കടമ്മനിട്ടയെ ആദ്യം കണ്ട രംഗം കവി സുഗതകുമാരി കൊച്ചാട്ടൻ എന്ന പുസ്തകത്തിൻ്റെ അവതാരികയിൽ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. അന്ധകാരം നിറഞ്ഞ ഒരു വേദി, കാണികളും ഇരുട്ടിൽ. കൊളുത്തിയ പന്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരുക്കനായ ഒരു കറുത്ത മനുഷ്യൻ കയറി വന്നു. ഒരു കാവിമുണ്ട് മാത്രം ഉടുത്തിരുന്നു. നഗ്നമായ മാറിടവുമായി കയ്യിലെ പന്തത്തിൻ്റെ വെളിച്ചത്തിൽ നിവർന്നു നിന്ന് ഉറക്കപ്പാടി. നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. ഇടിമുഴക്കത്തിൻ്റെ ആഴവും കനവും ഉണ്ടായിരുന്നു ആ ശബ്ദത്തിനും വാക്കുകൾക്കും. ചൊൽക്കാഴ്ച അങ്ങനെ പിറന്നു വീണു. എല്ലായിടത്തും പോയി കവിത ചൊല്ലാൻ കഴിയാത്തത്ര തിരക്ക്. ഒരു കവിത തന്നെ പല ആവർത്തി ഒരേ വേദിയിൽ പാടേണ്ട സാഹചര്യം. പിന്നീട് പടയണി ആചാര്യനായ പ്രൊഫസർ കടമ്മനിട്ട വാസുദേവൻ പിള്ളയും കടമ്മനിട്ട ഗോത്ര കലാകളരിയും ഒപ്പം കൂടി. ചൊൽക്കാഴ്ച കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് ഒരിക്കൽ കടമ്മനിട്ട രാമകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: അക്കാലത്ത് ഞാൻ കവിതകൾ സുഹൃത്തുക്കളെ ചൊല്ലിക്കേൾപ്പിക്കുമായിരുന്നു. ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് എൻ്റെ കവിതയെ എത്തിക്കാൻ എനിക്ക് വേറെ വഴികളുണ്ടായിരുന്നില്ല. മലയാളികളെ കവിതയുടെ സംഘതാളവും സംഘബോധവും പഠിപ്പിച്ച കവിയുടെ ഓർമ്മകളുമായി വീണ്ടും ഒരു മാർച്ച് കൂടി എത്തുകയായി.